സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. നമ്മളിന്നൊരു ഇൻഡിവിജ്വലായിട്ടൊരു വീടിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. അത് കളമശ്ശേരി തൊട്ടടുത്ത് തന്നെയാണ്. മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 4 സെൻറ്റ് 100 ലെങ്സാണ് ലാൻഡ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 BHK ആണ്. ഭംഗിയായിട്ട് ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് 1.5 കിലോമീറ്റർ ഉള്ളൂ. കളമശ്ശേരി വളരെ അടുത്ത് തന്നെയാണ്. ആലുവയ്ക്കും പോകാം, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. എയർപോർട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ്. അതുപോലെ എടപ്പള്ളി വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ആ വീട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ സൈറ്റിലേക്കെല്ലാം എന്നിട്ട് എങ്ങനെയാണ് വീട് ചെയ്തേക്കുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതെന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്ക് സൈറ്റിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു എലിവേഷൻ തന്നെയാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല നല്ല മതിലിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത് ആ എലിവേഷനോട് ചേർന്ന് വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് മതിലിന് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചെടികളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. 2 സൈഡിലും സോളാർ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ് വന്നുള്ളത്. ഒരു വലിയൊരു ഇന്നോവ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ SUV സെഡാനോ ഏത് തന്നെ ആയാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. പിന്നെ കടപ്പ കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വന്നുള്ളത്. വീടിൻ്റെ ഫേസ് വരുന്നത് വെസ്റ്റിലേക്കാണ്, അതായത് പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇവിടെയായിട്ടൊരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വടക്ക് ഭാഗത്തേക്ക് വരാം. അതായത് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. മാത്രമല്ല പെബിൾസൊക്കെ വിരിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നതാണ് മറ്റ് വീടുകളിൽ കാണാത്ത ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഭംഗിയായിട്ട് അതിൻ്റെ ഡിസൈനിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഫുഡ് വേസ്റ്റും മറ്റുമൊക്കെ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. പിന്നെ ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നല്ല ഗ്രാനൈറ്റിൽ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ചെയറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് അകത്തേക്ക് വരാം. ഗ്രീൻ മാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് വന്നു. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റ് സൈഡിലാണ്. ഡോറിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറാണ് വന്നുള്ളത്. അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോക്കുമാണ് വന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലാണ്. ഇപ്പോൾ ഇവിടെയായിട്ട് ഒരു കോർണർ സെറ്റിയും ഒരു ടീപ്പും ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വാൾപേപ്പറാണ്. ഭംഗിയായിട്ട് അതിൻ്റെ ഡിസൈനും ചെയ്തിട്ടുണ്ട്. മേലെയായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ട് 3 പാളി ഫ്രഞ്ച് വിൻഡോസ് ആണ് ചേർന്നത്. കട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലൈൻഡ് സെറ്റ് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ. ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി യൂണിലേക്ക് വരാം. ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തത്. അതിൻ്റെ പവറും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ ഡൈനിങ്ങിലേക്ക് നമുക്ക് തിരിക്കാവുന്നതാണ്. പിന്നെ താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡബിൾ ഹൈറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ മേലെയായിട്ട് ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡബിൾ ഹൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ധാരാളം സൂര്യപ്രകാശവും കാറ്റും ഒക്കെ കടന്നു വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിനടിയിലായിട്ടാണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതൊരു കോർട്ട്യാർഡാണ്. അതിനൊരു സ്ട്രോങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഗ്ലാസിൻ്റെ വർക്ക് ആയതുകൊണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് കയറാനായിട്ടുള്ളൊക്കെ ചാൻസ് എടുക്കേണ്ട കാര്യമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ഇത് UPVC-ലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. നല്ലൊരു കോർട്ട്യാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ടൈല് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. 2 സൈഡും ഓപ്പണിംഗ് ആണ്. അവിടെയായിട്ട് ഒരു അലക്കല് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാണുന്നത് വടക്ക് കിഴക്കാണ്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിണർ വന്നുള്ളത്. അപ്പോൾ വാട്ടർ സോഴ്സ് വന്നിരിക്കുന്ന പ്രധാനമായിട്ടും കിണറാണ്. മാത്രമല്ല KW വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വാഷ് ഏരിയ. ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജാഗ്വറിൻ്റെ വാഷ് ബേസിനാണ് വന്നുള്ളത്. ജാഗ്വറിൻ്റെ
ടാപ്പും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് സോപ്പ് ഡിഷും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈൽ വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വാഷ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്കിനി കിച്ചണിലേക്ക് വരാം. ഇനി പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. നമുക്ക് 2 പാർട്ടായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഫുഡ് കോപ്പും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. മേലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്, ഒരു എൽ ഷേപ്പിലാണ് വിരിച്ചിട്ടുള്ളത്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ സൈഡ് വശങ്ങളിലെല്ലാം ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പവർ പോയിന്റുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കാനാണെങ്കിൽ ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സി ഷേപ്പിലായിട്ടാണ് ഗ്രാനൈറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. മിക്സറാണ് വന്നിട്ടുള്ളത്. അതും ജാഗ്വറിന്റെ മിക്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സിങ്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ജനലും വന്നിട്ടുണ്ട്. അതും സ്ലൈഡിങ് തന്നെയാണ്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതും മരത്തിൽ തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. നല്ല ഡോറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോക്കിൻ്റെ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിലാണ്. അതായത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻഡിയിൽ ചെയ്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെയും പാനൽ ചെയ്തിട്ടുണ്ട്. സിംഗിൾ പാളി ജനൽ വന്നിട്ടുണ്ട്. കട്ടൻ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനലാണ്. അവിടെയും കട്ടൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷവർ ഏരിയയിലാണ് നിൽക്കുന്നത്. ഡൈവേർട്ടറാണ് വന്നുള്ളത്. ജാഗ്വറിന്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ഹീറ്റർ വയ്ക്കാനുള്ള പൊസിഷൻ ഇവിടെയാണ് വന്നുള്ളത്. റെയിൻ ഷവർ ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വി ഗാർഡിന്റെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നുള്ളത്. എല്ലാം ജാഗ്വർ തന്നെയാണ്. ഇവിടെ ആയിട്ട് പെഡസ്റ്റൽ ടൈപ്പിലുള്ള ഒരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ലൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. ടൈൽ പാറ്റേൺ 2 കളറായിട്ടാണ് ചെയ്തിട്ടുള്ളത്, വെറ്റും ഡ്രൈയും. ഇനി നേരെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. ഇനി ഈ കാണുന്നതാണ് ഇതിന്റെ DB യൂണിറ്റ്. ഇങ്ങനെ ലെഗ് ആൻഡ് ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് വന്നുള്ളത്. 3 ഫേസ് കണക്ഷൻ ആണ്. നമ്മളിപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. കർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നീളം വരുന്നത് ഏകദേശം 11 അടി നീളം 10 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കബോർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഡോറ് തുറക്കാനുള്ള സ്പേസ് പോകത്തില്ല. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതുകൊണ്ട് 10-11 ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. അപ്പോൾ തുറക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് കിട്ടത്തില്ല. പിന്നെ ഈ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇട്ടുണ്ട്. അതും ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സാധനം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ കിട്ടിയിട്ടുണ്ട്. മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് സെറേഡയാണ് വന്നുള്ളത്. ജാഗ്വറിന്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വീഗാന്റെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിന് ജനൽ വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസൈനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ 2 ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കണ്ടു. ഇനി നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. സ്റ്റെയറിന്റെ ഡിസൈൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വരുന്നതെല്ലാം ടീക്കാണ്. സ്ക്വയർ ട്യൂബിൽ ടീക്കിന്റെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കിഴക്ക് വശത്ത് വരുന്ന ഭിത്തിയാണ്. നല്ല രീതിയിൽ ഇതിന് വാൾപേപ്പറൊക്കെ കൊടുത്ത് അതിന് മേലെയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആണ്. പിന്നെ കയറി വരുന്ന ഈ ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു കുഷനും മറ്റൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാവുന്നതാണ്. ഒരു ബുക്കൊക്കെ വെച്ചിട്ട് വായിച്ചിരിക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം വുഡ് തന്നെയാണ്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മേലേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇങ്ങനെ ഒരു കോറിഡോർ പോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം 2 സൈഡിലും ഇതിന് ഡബിൾ ഹൈറ്റ് വന്നിട്ടുള്ളതുകൊണ്ട് മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ആയിട്ട് നല്ലൊരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നേരെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡോറിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. 14 അടി നീളം 10 അടി വീതി
പിന്നെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ല BLDC ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് വശം തന്നെയാണ്, അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഭംഗിയായിട്ടാണ് ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 പാർട്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്, അതായത് വെറ്റ് ഡ്രൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഡൈവേർട്ടറാണ്, ജാങ്കോറാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേണിൽ കളറിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. മാറ്റ് തന്നെയാണ് ഫുള്ള് വന്നിട്ടുള്ളത്. നല്ലൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ വിരിച്ചിരിക്കുന്ന ടൈൽ ഒരു മാറ്റിൻ്റെ വുഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഗ്രിപ്പുള്ള ടൈൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. താഴെ കിട്ടിയിരിക്കുന്ന അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഇവിടെ വന്നുള്ളത്. 10 അടി വീതി, 11 അടി നീളം വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്, അവിടെ എല്ലാം കട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. താഴത്തെ അതേ രീതിയിലുള്ള പാറ്റേണിലുള്ള കബോർഡ് തന്നെയാണ്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡോറ് തുറക്കുന്നത്. പിന്നെ ഇവിടെയായിട്ടും സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധനങ്ങളൊക്കെ സ്ലൈഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. താഴത്തെ അതേ ഫിറ്റിങ്സ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലും ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സീലിങ്ങിൻ്റെ അകത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭംഗിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ കം സ്റ്റഡി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയായിട്ട് ഒരു അയൺ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ഫാൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റഡി റൂമായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് പവർ സ്വിച്ചസ് വരുന്നുണ്ട്. വാട്ടർ ലൈൻ വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. അലക്കി വിരിച്ചിട്ട് നമുക്ക് മേലെ കൊണ്ടുപോയി ഉണക്കാൻ ഇടാവുന്നതാണ്. ഫുള്ള് സൈഡ് വശങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് തന്നെയാണ്. സൈഡിൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരെ മേലേക്ക് കയറുകയാണ്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഇത് ഷീറ്റ് ഇട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സ്റ്റാൻഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റെയർ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയാണ് ടാങ്ക് വെക്കുന്നത്. വാട്ടർ ടാങ്ക് ഇതിൻ്റെ മേലെ വരാൻ നേരത്ത് നല്ല പ്രഷർ ഉണ്ടാവും. പിന്നെ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു വാട്ടർ ലൈൻ്റെ പോയിന്റ് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ നമുക്ക് ഇതിനകത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ടെറസിൻ്റെ മേലെ തന്നെ അലക്കി വിരിച്ചിടാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ തുണിയായിട്ട് മേലേക്ക് കയറി വരുന്ന ആ കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയാണ് കണ്ടത്. ഇനി നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. പോകുന്ന വഴിക്ക് 2 സൈഡിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ആ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ്. 2 സൈഡും ഡബിൾ ഹൈറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും അതിന് മേലെ കൊടുത്തിരിക്കുന്ന വുഡിൻ്റെ ഡിസൈനും ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കുഷനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാവുന്നതാണ്. ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു ബുക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ആയിട്ടൊരു ബാൽക്കണി വന്നിട്ടുണ്ട്. ഓപ്പൺ ബാൽക്കണി ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പിന്നെ ഇതൊരു സേഫ്റ്റിക്കായിട്ട് ഇവിടെ നല്ല ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കവേർഡ് ബാൽക്കണിയിലേക്ക് വരാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാൽക്കണി. പിന്നെ ഇതിനൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഗ്ലാസ് വന്നിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിക്കും ആലുവയ്ക്കും മിഡിലാണ്. അപ്പോൾ കാക്കനാട് ഭാഗത്തേക്കും കളമശ്ശേരി ഭാഗത്തേക്കും പോകാം. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും എയർപോർട്ടിലേക്കും പോകാൻ പറ്റുന്ന ഒരു മിഡിൽ പോർഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. 4 സെന്റ് 100 ലിങ്സ് ആണ് ലാൻഡ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 BHK ആണ്. ഇതിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.